നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശനി ശക്തി പ്രാപിക്കാൻ പോവുകയാണ്. ഈ വരുന്ന മാർച്ച് 28-ന് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. ഇതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യം വരാൻ പോവുകയാണ്. ശനിയുടെ ഈ നക്ഷത്ര മാറ്റം, അതും വളരെയധികം ശക്തിവത്തായിട്ടുള്ള ഈ മാറ്റം നിമിത്തം ഈ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ ഒഴിഞ്ഞ സമയം ഏപ്രിൽ 28 മുതൽ ആഗതമാകുകയാണ്. ജോലിയിലെ തടസ്സങ്ങൾ മാറുന്നതാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനാഗമനം ഉണ്ടാകുന്നതാണ്. തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ധനത്തിനുള്ള ആ ഒരു മുട്ട് നീങ്ങുന്നതാണ്. ജോലിയിൽ ഇത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശനിയുടെ ഈ മാറ്റം നിമിത്തം കർമ്മമേഖല നേട്ടമാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിടും. അതായത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഉത്തമമായ ജോലി ലഭിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്കും വളരെയധികം നല്ല സമയമാണ് ഏപ്രിൽ 28 മുതൽ ആഗതമാകാൻ പോകുന്നത്. ഇപ്പോൾ എക്സാമൊക്കെ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും അത് വളരെയധികം നല്ലതാണ്. അതേപോലെ തുടർ പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ പഠനം നടത്താൻ സാധിക്കുന്നതാണ്. ഉത്തമമായ മേഖലയിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനും ഇവിടെ ശനി അവസരമൊരുക്കുന്നു. ഒരു മന്ദത നിങ്ങളുടെ ജീവിതത്തെ വിട്ട് അകലാൻ പോവുകയാണ് ഏപ്രിൽ 28 മുതൽ. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നുഭവിക്കാൻ പോകുന്ന ശനിയുടെ ഈ ശക്തി പ്രാപിക്കൽ നിമിത്തം ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി ജീവിതത്തിൽ ഈ നക്ഷത്രക്കാരെ തേടി എത്തുമെന്നതിൽ സംശയം വേണ്ട. ഏപ്രിൽ 28 മുതൽ ധാരാളം ഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് എത്താൻ പോകുന്ന ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണ്? അവർക്ക് ഏതൊക്കെ വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളാണ് എത്തുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. ഏപ്രിൽ 28 മുതൽ ശനി ശക്തി പ്രാപിക്കുന്നത്, ശനിയുടെ നക്ഷത്രമാറ്റം, ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള മാറ്റം നിമിത്തം ഭാഗ്യം തെളിയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരാണ്. പുരോഗതിയുടെ സമയമാണ്. ധാരാളം അവസരങ്ങൾ, നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല എന്ന ഒരു സങ്കടം മാറാൻ പോവുകയാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് തെളിയിക്കാൻ അവസരമുണ്ടാകുന്നതാണ്. സർക്കാർ സേവനത്തിനുള്ള ഭാഗ്യം കൂടി, അതായത് സർക്കാരിലേക്ക് ജോലിക്ക് അപേക്ഷിച്ചിട്ട് നിൽക്കുന്നവർക്കൊക്കെയും ഏപ്രിൽ 28 ശേഷമുള്ള സമയം സർക്കാർ വേതനം വാങ്ങാനും സർക്കാർ ഉദ്യോഗത്തിലേക്ക് പ്രവേശിക്കാനുമുള്ള ഭാഗ്യം തെളിയുന്നതാണ്. അധികാരം തേടിയെത്തുന്നതാണ്. അതായത് ഉന്നത പദവികളൊക്കെ അലങ്കരിക്കാൻ ഭാഗ്യം ലഭിക്കുന്നതാണ്. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാകും. അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണം, എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറുന്ന സമയമാണ്. അഭിപ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ കുടുംബത്തിന് ഉണ്ടാകിയിട്ടുണ്ട്, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്, സഹോദരങ്ങൾക്കൊക്കെ ഈ ഒരു കാലത്തിൽ ഒരുപാട് വിഷമങ്ങൾ മനസ്സിനെ വന്ന് അലട്ടിയിട്ടുണ്ട്. സമ്പത്ത് കൊണ്ട് ഉയരാൻ പറ്റുന്നില്ല, പലവിധ ബുദ്ധിമുട്ടുകൾ, അത് മറ്റുള്ളവരിലേക്കും അത് ദേഷ്യമായി നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതിനൊക്കെ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ വരികയും അത് കൃത്യമായി പൂർത്തീകരിക്കാൻ ഭഗവാൻ ശനിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുകയും ചെയ്തതാണ്. സമ്മർദ്ദങ്ങൾ അകലുന്ന സമയമാണ്. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. സമ്മർദ്ദങ്ങളൊക്കെ അകലുമെങ്കിൽ പോലും ഒരു ഈസിയായിട്ട് കാണാതിരിക്കുക. അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയ അവസരമാണ് നമ്മൾക്ക്. അപ്പോൾ അതിനെ വളരെയധികം ഭവ്യതയോടുകൂടി പ്രാർത്ഥനാപൂർവമായി ജോലിയെ അപ്രോച്ച് ചെയ്യാനൊക്കെ ശ്രമിക്കുക. വളരെ നല്ല സമയമാണ് ഈ ഏപ്രിൽ 28 മുതൽ ശനിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്കും ഈ നക്ഷത്രമാറ്റം വളരെയധികം ഭാഗ്യമാണ് കൊണ്ടുതരാൻ പോകുന്നത്. പൂർത്തീകരിക്കാതെ കിടക്കുന്ന പല സംരംഭങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് വീട് പണി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു, അതും പകുതി വഴിക്ക് നിർത്തേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ മനസ്സിലെ പാതി വഴിയിലാക്കപ്പെട്ട പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ഇവിടെ ശനിയുടെ ഭാഗ്യമുണ്ടാകുന്നത്. കാരണം മന്ദനായ ശനി ഇവിടെ ശക്തി പ്രാപിക്കുന്നത് വളരെയധികം നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികളൊക്കെ അകലുന്നതാണ്. അനുയോജ്യമായൊരു കാലഘട്ടം തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്. ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾക്കൊക്കെയും ഇനിയാണ് ഫലം ലഭിക്കാൻ പോകുന്നത്. സമ്പത്ത് ഉണ്ടാകാൻ പോവുകയാണ്. സാമ്പത്തികമായ ഒരു മാന്ദ്യത അല്ലെങ്കിൽ ഒരു മന്ദത ഉണ്ടായിരുന്നു, അതിന് മാറ്റം ഉണ്ടാകാൻ വരികയാണ്. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമായി വരുന്നുണ്ട്. ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുക.
ശ്രമിക്കുക. കാരണം ധനം കൂടുതലായി വരുമ്പോൾ ഇപ്പോഴും പറയുന്നത് പോലെ ചിലവുകളും വർദ്ധിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വരവ് ചിലവുകൾ കൃത്യമായിരിക്കണം എന്നത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വളരെയധികം ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങളെ തേടി എത്തുന്ന സമയമാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ പറയുമ്പോൾ ജോലിയിൽ ഉത്തരവാദിത്തമാകാം, അതേപോലെ കുടുംബത്തിൽ ഒരു വിവാഹമൊക്കെ നടക്കാനുള്ള ഭാഗ്യവും ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൃഹത്തിലേക്ക് ഒരാൾ കൂടി എത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചുമതല വർദ്ധിക്കുകയാണ്. ജോലിയിൽ പ്രൊമോഷനൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഏപ്രിൽ 28 മുതലുള്ള ഈ ഒരു സമയം നിങ്ങൾ കഴിവതും മാക്സിമം ഉപയോഗിക്കുക. അതായത് വളരെയധികം, അതായത് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ഓഫറുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജോലിക്ക് ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമായതിനാൽ തന്നെ ആഗ്രഹിക്കുന്ന ജോലിക്ക് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മേഖലയിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ തെളിയുന്നതാണ്. പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകേണ്ടത് വളരെയധികം അത്യാവശ്യമായ ഒരു സമയമാണ്. ആഗ്രഹിക്കുന്നതൊക്കെയും കൈപ്പിടിയിൽ ഒതുക്കാൻ ആ പ്രാർത്ഥന കൊണ്ട് തന്നെ സാധിക്കുന്നതുമാണ്. അടുത്ത നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രമാണ്. അനുകൂല സമയമാണ് ഏപ്രിൽ 28 മുതൽ ശനിയുടെ നക്ഷത്രമാറ്റം, ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള പ്രവേശനം നിമിത്തം സാധ്യമാകാൻ പോകുന്നത്. ഒരു കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെ പറയാം. പുതിയ ഉത്തരവാദിത്വങ്ങൾ, പുതിയ പല മാറ്റങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. മംഗളകരമായ കർമ്മങ്ങളൊക്കെ ചെയ്യാനും അതിൽ പങ്കാളിയാകാനുമുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. അംഗീകാരങ്ങൾ തേടിയെത്തുമെന്നതിൽ സംശയം വേണ്ട. അപ്പോൾ എന്ത് ചെറിയ ചെറിയ കഴിവുള്ളവരാണെങ്കിൽ പോലും അതിലൊരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വെറുതെ കേട്ട് കളയേണ്ട. ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്, എഴുതി കുറിച്ച് വെച്ചുകൊള്ളൂ. ചില നിയമ നടപടികൾ എന്തെങ്കിലും നേരിടുന്നവർ, അതായത് എന്തെങ്കിലും കേസ് തർക്കങ്ങൾ, വസ്തു തർക്കം അല്ലെങ്കിൽ കുടുംബ തർക്കങ്ങളൊക്കെ കേസ് കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് അനുയോജ്യമായ തീരുമാനങ്ങൾ വരുന്നതാണ്. ശ്രദ്ധേയമായ പല കാര്യങ്ങളും ചെയ്യാൻ ഏപ്രിൽ 28 ശേഷം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഫണ്ടുകൾ, അതായത് എന്തെങ്കിലുമൊക്കെ സേവിങ്സ് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചിട്ടിയോ പാട്ടോ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പാതി വഴിയിൽ തടസ്സപ്പെട്ടു പോയി എന്ന് വിഷമിക്കുന്നുണ്ട്. അതായത് നമ്മൾ പെട്ടെന്നൊരു ചാട്ടത്തിനെടുത്ത് ചെയ്യും, പക്ഷേ പിന്നീടുള്ള സമയം അത് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പാതി വഴിയിലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും പുനരാരംഭിക്കാനൊക്കെയുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. കാരണം എന്തെന്നാൽ സമ്പത്ത് കയ്യിലേക്ക് വരാൻ പോവുകയാണ്. കുടുംബത്തിൽ മുതിർന്നവരുടെ അനുഗ്രഹവും കുടുംബത്തിൽ പരദേവതയുടെ അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്കുള്ളതിനാൽ തന്നെ ഏപ്രിൽ 28 ശേഷം മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ടത് കുടുംബക്ഷേത്ര ദർശനം അത്യാവശ്യമാണ്. അവിടെ വേണ്ടുന്ന വഴിപാടുകൾ, അവിടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ നിങ്ങളും ശ്രമിക്കുക. അതായത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലോ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ നേർച്ചയായി ചെയ്യാവുന്നതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. ചില അന്നദാനമൊക്കെ നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ അവിടേക്ക് 10 പാത്രങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ അവിടേക്ക് അരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നേർച്ചയായിട്ടൊക്കെ സമർപ്പിക്കുക. ഈ സമയത്ത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ശ്രേയസ്കരമായ ഭാവി ലഭിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നതുമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ 28-ാം തീയതി മുതൽ ആരംഭമാകാൻ പോവുകയാണ്. 7 ശനിയുടെ പ്രഭാവം കുറയുകയാണ്. നിരവധി ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏപ്രിൽ 28 മുതൽ ഉണ്ടാകാൻ പോവുകയാണ്. ദൈനംദിന പ്രവൃത്തികൾക്ക് പോലും വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അതായത് ദിനം പ്രതിയുള്ള ചിലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഏർപ്പെട്ടിരുന്നു. അതിന് മാറ്റമുണ്ടാകുന്നതാണ്. ആരോഗ്യ സംബന്ധമായ ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. ചില അസുഖങ്ങൾ ചിന്തിച്ചുണ്ടാക്കിയത് കൂടിയാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഈ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയം കൂടിയാണ്. നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ വാക്ചാതുര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സഹോദര സ്ഥാനീയരുമായി അല്പം അകൽച്ചയൊക്കെ ഉള്ളത് മാറാൻ പോവുകയാണ് ഏപ്രിൽ 28 ശേഷമുള്ള സമയം. സാമ്പത്തികമായി നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വരാൻ പോവുകയാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് അവസരങ്ങൾ ധാരാളം വരുന്ന ഒരു വേളയിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് കാര്യങ്ങൾക്കും ഇറങ്ങി പുറപ്പെടുക. നേട്ടമാണ്, ഭാഗ്യമാണ്. പല വഴികളിൽ നിന്ന് സമ്പത്ത് വരാനുള്ള ഭാഗ്യമുള്ളതിനാൽ തന്നെ ലോട്ടറി പോലെയുള്ള ഭാഗ്യ പദ്ധതികൾക്കൊക്കെ അതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നേട്ടമുണ്ടാകുന്നതാണ്. ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. ചതയം, പോരുരുട്ടാതി നക്ഷത്രക്കാർക്കും കുംഭം രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം നേട്ടമുള്ള സമയമാണ്. 7 ശനിയുടെ അവസാന ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾ ശ്രദ്ധേയമായി ചെയ്യാനായി സാധിക്കുന്നതാണ്. പൂർത്തിയാക്കാതെ കിടക്കുന്ന വീട് പണി അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കണമെന്ന ആഗ്രഹം ഒരുപാട് നാളായി മനസ്സിലുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർത്തീകരണം ഉണ്ടാകും. കാരണം എന്തെന്നാൽ ശനി ഇവിടെ വളരെയധികം ഭാഗ്യമായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ കർമ്മ മേഖലയുമായി ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ജോലി സ്ഥലം അല്ലെങ്കിൽ ദൂരെ എന്തെങ്കിലുമാണ് പ്രൊമോഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിൽ ടെൻഷൻ ഉണ്ടാകും. ചിലപ്പോൾ പ്രൊമോഷൻ വരാൻ പോലെ ട്രാൻസ്ഫർ വരാൻ പോവുകയാണ്. അപ്പോൾ ദൂരെയുള്ള സ്ഥലത്തോട്ടൊക്കെ ട്രാൻസ്ഫർ വരുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടാവും. ട്രാൻസ്ഫറിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് ആദ്യം ചിന്തിക്കുന്നത്. ചിലപ്പോൾ ദൂരേക്കൊക്കെ പോകേണ്ടി വരുമല്ലോ.
അപ്പോൾ പ്രൊമോഷൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഇപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കാര്യം അങ്ങനെയുള്ള ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ ഇട്ട് വലയ്ക്കുന്നുണ്ട്. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒക്കെ ട്രാൻസ്ഫർ കിട്ടാനൊക്കെയുള്ള, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു, നമ്മൾ പറയാറുണ്ട് ട്രാൻസ്ഫറൊക്കെ ആകുമ്പോൾ ഒരുപാട് ദൂരേക്ക് നമ്മളെ അടിക്കുമെന്ന് നമ്മൾ പറയും. അങ്ങനെയുള്ള ടെൻഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ശനി ബലവാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിച്ച പോലെ ഉള്ള രീതിയിലുള്ള ജോലി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് പോകാനും നല്ല വരുമാന മാർഗ്ഗങ്ങളൊക്കെ വർദ്ധിക്കാനും കുടുംബത്തിനൊരു താങ്ങായി തണലായി നിൽക്കാനും നിങ്ങൾക്ക് ഏപ്രിൽ 28 ശേഷമുള്ള സമയം സാധിക്കും. സാമ്പത്തികമായി വളരെയധികം സ്ഥിരത ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, അത്രമാത്രം എടുത്തു പറയുകയാണ്. സമ്പത്ത് കയ്യിലേക്ക് വരുമ്പോൾ ചിലവുകൾ കുറയ്ക്കാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ പോലും അനാവശ്യമായി ചിലവാക്കാതെ, കാരണം നമ്മൾ കടന്നു വന്ന ഒരു സമയം നമ്മളെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു എന്ന ഒരു ബോധം ഉണ്ടാവുക. കാരണം ഇപ്പോൾ ഭഗവാന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഈ ഉയർച്ചയിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പോൾ ചിലവുകൾ കുറച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഏറ്റവും ശ്രേയസ്കരമായ സന്തതി പരമ്പരകൾക്ക് കൂടി അനുഭവിക്കാനുള്ള തരത്തിലുള്ള സാമ്പത്തിക ഉയർച്ച നിങ്ങൾക്ക് ശനി തന്നെ നൽകുമെന്നതിൽ സംശയം വേണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.